ഇപ്പോൾ മുതിർന്ന മാധ്യമപ്രവർത്തകൻ ശ്രീ പി സുജാതൻ ചേരുന്നു. ശ്രീ പി സുജാതൻ, താങ്കൾക്ക് ഏറെക്കാലം എസ് ജയചന്ദ്രൻ നായരുടെ കീഴിൽ കലാകൗമുദിയിൽ പ്രവർത്തിച്ചിട്ടുണ്ടല്ലോ. എങ്ങനെ ഓർക്കുന്നു അദ്ദേഹത്തെ? അദ്ദേഹം എനിക്കൊരു ഗുരുവായിരുന്നു. അദ്ദേഹത്തിന്റെ പത്രപ്രവർത്തന ശീലങ്ങൾ പലതും സാഹുതം നേരിട്ട് കാണുവാനും അത് ഏറെക്കുറെ അനുകരിക്കുവാനും ഒക്കെയുള്ള ഒരു പ്രേരണ അദ്ദേഹത്തോടൊപ്പം പ്രവർത്തിച്ച കാലത്ത് എനിക്ക് ഉണ്ടായിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ പ്രേരണയിൽ കൗമുദി ന്യൂസ് സർവീസിൽ അല്ലാതെയും ഞാൻ നിരവധി ഫീച്ചറുകളും ലേഖനങ്ങളും എഴുതാൻ ഇടവന്നിട്ടുണ്ട്. എന്നെപ്പോലെ അദ്ദേഹത്തിന്റെ പ്രോത്സാഹനവും പരിലാളനയും ലഭിച്ച അനേകം ലേഖകന്മാർ അന്ന് കേരള കൗമുദിയിലും പുറത്തും സാമാന്യേന സ്വതന്ത്ര പത്രപ്രവർത്തകരെന്ന നിലയിലും ഉണ്ടായിരുന്നു. യുവ പത്രപ്രവർത്തകർക്ക് ജയചന്ദ്രൻ നായർ ഒരു നിത്യമായ പ്രചോദനമായിരുന്നു. അദ്ദേഹവും NRS ബാബുവും ഒക്കെ ആണ് സത്യത്തിൽ എന്നെ പോലെയുള്ള അടുത്ത തലമുറയിലെ ആളുകളെ പരുവപ്പെടുത്തിയെടുത്തവർ. അപ്പൊ അവര് വരച്ചിട്ട വഴികളിലൂടെ ഞങ്ങൾക്ക് ഏറെക്കാലം നടക്കുവാനും ആ വഴികളിലൂടെ നടന്ന് ഞങ്ങളുടേതായ വഴികൾ കണ്ടെത്തുവാനും സഹായിച്ചിട്ടുണ്ട്. ജയചന്ദ്രൻ നായരുടെ പത്രപ്രവർത്തന ശീലങ്ങൾ അദ്ദേഹം കടന്നു വന്ന പ്രയാസകരമായ വഴികൾ ഒക്കെ സ്വകാര്യ സംഭാഷണത്തിൽ അദ്ദേഹം അയവിറക്കുമായിരുന്നു. അദ്ദേഹം ഒരു ദിവസം പറയുകയുണ്ടായി, എസ് ജയചന്ദ്രൻ നായർ കിഴക്കേക്കോട്ട തിരുവനന്തപുരം എന്നായിരുന്നു അദ്ദേഹത്തിന്റെ മേൽവിലാസം. അങ്ങനെ ഒരു തെരുവിന്റെ കെയർ ഓഫിൽ അറിയപ്പെട്ട തന്നെ MS മണി എന്ന മനുഷ്യനാണ് കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു പത്രപ്രവർത്തകനാകാൻ സഹായിച്ചത് എന്ന് അനുസ്മരിക്കുമായിരുന്നു. ഞാനൊക്കെ വിദ്യാർത്ഥിയായിരുന്ന കാലത്ത് കാട്ടുകള്ളന്മാർ എന്ന വനകുംഭകോണം സ്റ്റോറി എസ് ജയചന്ദ്രൻ നായരും NRS ബാബുവും കൂടെ ചേർന്ന് കേരള കൗമുദിയിൽ 2 ദിവസങ്ങളിലായി എഴുതി. അത് അന്നത്തെ അച്യുതേവ് മേനോൻ ഗവൺമെന്റിന്റെ നിലനിൽപ്പിനെ തന്നെ ബാധിക്കുന്ന തരത്തിൽ കേരളം രാഷ്ട്രീയത്തെ പിടിച്ചുകുലുക്കിയ ഒരു സംഭവമായിരുന്നു. അത് കേരളത്തിന്റെ സഖ്യപർവ്വത നിരകളിൽ നിരന്തരമായി നടന്നു വന്ന തടി കുംഭകോണം വനം കൊള്ളയെ പറ്റിയുള്ള അന്വേഷണ പഠനമായി. അത് ഈ 2 ലേഖകന്മാരും NRS ബാബുവും ജയചന്ദ്രൻ നായരും കൂടി ചേർന്ന് അന്വേഷിച്ച് എഴുതിയ ആദ്യത്തെ മലയാളം ജേർണലിസത്തിലെ ആദ്യത്തെ ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസത്തിന്റെ ആരംഭം എന്ന് വേണമെങ്കിൽ പറയാം. അത് വരുന്നത് അമേരിക്കയിലെ വാട്ടർഗേറ്റ് സംഭവം പുറത്തു കൊണ്ടുവന്ന് അന്നത്തെ അവിടുത്തെ പ്രസിഡന്റ് റിച്ചാർഡ് നിക്സണെ പുറത്താക്കിയ അതേ കാലത്ത് തന്നെയാണ് കേരളത്തിലും അന്വേഷണാത്മക പത്രപ്രവർത്തനം ആരംഭിക്കുന്നത്. ഈ 2 ലേഖകരിലൂടെയാണ്. അങ്ങനെയുള്ള ഒരു സ്മരണയുമായിട്ടൊക്കെയാണ് പിന്നീട് ഏതാനും വർഷം കഴിഞ്ഞ് ഞാനൊക്കെ തിരുവനന്തപുരത്ത് കേരള കൗമുദിയിൽ ഒരു പത്രപ്രവർത്തന രംഗത്ത് ഒരു പരിശീലകൻ എന്ന നിലയിൽ ഇവരുടെയൊക്കെ കീഴിൽ ജോലി ചെയ്യാൻ എത്തുന്നത്. അപ്പോൾ ഇവരെ കുറിച്ച് കാട്ടുകള്ളന്മാർ എന്ന സ്റ്റോറി വായിച്ച ഒരു ആവേശവും പ്രചോദനവും അവരോടൊപ്പം പിൽക്കാലത്ത് പ്രവർത്തിക്കാൻ കഴിഞ്ഞതിന്റെ അഭിമാനവും ഒക്കെ ഞങ്ങൾക്കുണ്ടായിരുന്നു. പിന്നീട് അത് നമ്മുടെ വരും തലമുറയിലെ പത്രപ്രവർത്തകർക്ക് ഒരു ആവേശവും പ്രചോദനവുമായിരുന്നു ഈ കാട്ടുകള്ളന്മാർ എന്ന അവരുടെ അന്നത്തെ ന്യൂസ് സ്റ്റോറി. അത് പിന്നീട് പുസ്തക രൂപത്തിൽ വരികയും അന്ന് കേരള രാഷ്ട്രീയത്തെ പിടിച്ചുകുലുക്കിയ സംഭവമാണെന്ന് ഞാൻ പറഞ്ഞു വെച്ചു. അത് പുസ്തക രൂപത്തിൽ വരുന്നത് കൂടാതെ സ്വതന്ത്ര ഇന്ത്യയിൽ ഒരു പത്രത്തിനെതിരെ ഗവൺമെന്റ് കേസ് കൊടുക്കുന്ന ആദ്യത്തെ സംഭവം അതാണ്. അങ്ങനെ കേരള ഹൈക്കോടതിയിൽ ഈ കാട്ടുകള്ളന്മാർ എന്ന സ്റ്റോറി പ്രസിദ്ധീകരിച്ചതിനെതിരെ അന്നത്തെ വനം വകുപ്പ് മന്ത്രിയായിരുന്ന KG അടിയോടി, അച്യുതമേനോൻ ഗവൺമെന്റിലെ മന്ത്രിസഭയിലെ ഒരു അംഗമായിരുന്നു, അദ്ദേഹം വനമന്ത്രിയായിരുന്നു. KG അടിയോടി കേസ് കൊടുത്തു. അവസാനം അന്ന് KPCC യോഗത്തിൽ AK ആന്റണിയെ പോലെയുള്ളവരുടെ സമ്മർദ്ദ ഫലമായി കൗമുദിക്കെതിരായ കേസ് പിൻവലിക്കുകയും പത്രത്തെ വ്യവഹാരത്തിൽ നിന്ന് മോചിപ്പിക്കുകയും ചെയ്തു. പക്ഷേ പിന്നീട് അതിന്റെ പിന്നാലെ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കപ്പെട്ടപ്പോൾ കേരള കൗമുദിയുടെ അന്നത്തെ എഡിറ്ററായിരുന്ന MS മണിയുടെ വീട്ടിൽ പോലീസ് റെയ്ഡ് ചെയ്യുവാനും
ഈ രണ്ട് പത്രപ്രവർത്തകർക്ക് കേരള കൗമുദിയിൽ ജോലി നഷ്ടപ്പെടുവാനും ഇടയായി. അങ്ങനെ അവർ തൊഴിൽ രഹിതരായി തീർന്നപ്പോഴാണ് MS മണിയുടെ വീട്ടിൽ മീറ്റിംഗ് ഇവർ 3 പേരൂടെ ചേർന്ന് പിന്നെ യോഗം കൂടി ഗോവിന്ദന്റെ ആശീർവാദത്തോടു കൂടി കലാകൗമുദി എന്ന വാർത്താവാരിക ആരംഭിക്കാനിടയായത്. അങ്ങനെ കലാകൗമുദി എന്ന വാർത്താവാരികയുടെ ജനനത്തിന് കാരണമായത് ആ കാട്ടുകള്ളന്മാർ എന്ന ഇവരുടെ അന്വേഷണാത്മക റിപ്പോർട്ടുകളാണ്. അപ്പൊ കലാകൗമുദിയിൽ വന്നപ്പോൾ കേരളത്തിൽ ഈ സാഹിത്യപരമായ പത്രപ്രവർത്തനം, ലിറ്റററി ജേർണലിസത്തിന് ഏറ്റവും വലിയ ആവേശം നൽകിയ പത്രപ്രവർത്തകൻ ജയചന്ദ്രൻ നായരായി. കലാകൗമുദിയിലെ സാഹിത്യ സംഭാവനകൾ പലതും അദ്ദേഹത്തിന്റെ കരലാളനകളിലൂടെയാണ് പുഷ്കലമാകുകയും മുന്നോട്ട് പോവുകയും ചെയ്തത്. പല വലിയ എഴുത്തുകാരെയും അവരുടെ ഒന്നാമത്തെ കൃതി കേരള കലാകൗമുദിയിൽ അച്ചടിക്കുവാനിടയായത് അങ്ങനെയാണ്. ബാലേന്ദ്രൻ ചുള്ളിക്കാടിനെ സംസ്ഥാനത്തെ എല്ലാ പൊതു മാധ്യമങ്ങളും ഒഴിവാക്കിക്കൊണ്ടിരുന്ന ഒരു കാലത്ത് ബാലേന്ദ്രൻ ചുള്ളിക്കാട് എന്ന ഒരു പ്രീ ഡിഗ്രി വിദ്യാർത്ഥിയുടെ കവിത വളരെ പ്രാധാന്യത്തോടു കൂടി അമാവാസി എന്ന കവിത കലാകൗമുദിയിൽ അച്ചടിച്ച് അദ്ദേഹത്തെ പ്രമുഖ കവികളുടെ കൂട്ടത്തിൽ അവതരിപ്പിച്ച ധീരനായ പത്രപ്രവർത്തകനാണ് S. ജയചന്ദ്രൻ. അത് ബാലേന്ദ്രനെ പോലെയുള്ളവർ ഇപ്പോഴും അത് അനുസ്മരിക്കാറുണ്ടായി. അതുപോലെ നിരവധി ഉദാഹരണങ്ങൾ. കടമ്മനിട്ട രാമകൃഷ്ണന്റെ മാതൃഭൂമി നിരസിച്ച പല രചനകളും ആദ്യമായി വെളിച്ചം കണ്ടത് കലാകൗമുദിയിലാണ്. ശാന്ത എന്ന കവിത അടക്കം. അപ്പോൾ ആ തരത്തില് സാഹിത്യത്തില് ചുവടുവെച്ച് തുടങ്ങുന്നവർക്കെല്ലാം പ്രചോദനം നൽകിയ ഒരു പത്രാധിപരായിരുന്നു ജയചന്ദ്രൻ നായർ. D. വിനയേന്ദ്രൻ മുതൽ കുരീപ്പുഴ ശ്രീകുമാർ വരെയുള്ള നവ എഴുത്തുകാർക്കെല്ലാം. പിന്നെ ശേഷക്രിയ എന്ന M. സുകുമാരന്റെ നോവൽ അന്ന് CPM-ന്റെ ഉൾ രാഷ്ട്രീയം വളരെ വിമർശനാത്മകമായി അവതരിപ്പിക്കുന്ന ഒരു പൊളിറ്റിക്കൽ നോവലാണല്ലോ ശേഷക്രിയ. അത് അന്നത്തെ മാധ്യമങ്ങൾ പലതും അച്ചടിക്കാൻ ധൈര്യപ്പെട്ടില്ലായിരുന്നു. കലാകൗമുദി അത് പ്രസിദ്ധീകരിക്കുക വഴി CPM-നകത്ത് കലാകൗമുദിക്കെതിരെ വലിയ ഒരു വെറുപ്പ് ജനിക്കാനിടയായി. എങ്കിലും അത് തൃണവൽക്കരിച്ചുകൊണ്ട് പത്രാധിപർ MS മണിയുടെ നേതൃത്വത്തിൽ സുകുമാരന്റെ കഥകൾ വീണ്ടും വീണ്ടും പ്രസിദ്ധീകരിച്ചു അത് കേരളത്തിൽ ഒരു പൊതു ചർച്ചയാക്കാൻ ഇടവന്നത് ജയചന്ദ്രൻ നായരെന്ന പത്രാധിപരുടെ ഒരു ധീരതയായിട്ടാണ് അന്ന് ഞങ്ങൾ കണ്ടിട്ടുള്ളത്. ആ തരത്തിൽ അദ്ദേഹം ആരെയും കൂസാതെ ഏത് പ്രസ്ഥാനത്തെയും എന്റെയും അഭിപ്രായം നോക്കാതെ അദ്ദേഹം തനിക്ക് ശരി എന്ന് തോന്നുന്ന കാര്യങ്ങളുടെ കൂടെ നിൽക്കുമായിരുന്നു. അങ്ങനെ എഴുത്തുകാരെ പ്രോത്സാഹിപ്പിക്കുകയും അവരെ വീണ്ടും വീണ്ടും എഴുതാൻ പ്രേരിപ്പിക്കുകയും ചെയ്യുന്ന ഒരു പത്രാധിപരായിരുന്നു ജയചന്ദ്രൻ നായർ. കലാകൗമുദിയുടെ വളർച്ചയുടെ പ്രധാനപ്പെട്ട ഒരു ശക്തി ജയചന്ദ്രൻ നായരും NR സ്വാവുമാണ്. ഇന്ന് അവരൊന്നും ഇല്ലാത്ത സാഹിത്യ പത്രപ്രവർത്തനം കേരളത്തിൽ വളരെ ദുർബലവും ശുഷ്കവുമായി തീർന്നിരിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ കാരണം ഇവരൊക്കെ ആ രംഗത്ത് നിന്ന് പോയതുകൊണ്ടാണ് എന്നും പറയാൻ എനിക്ക് മടിയില്ല. മറ്റൊരു കാര്യം ചോദിക്കാനുള്ളത്, ഈ പുതിയ എഴുത്തുകാരെ കണ്ടെത്തിയതിൽ S. ജയചന്ദ്രൻ നായർ വഹിച്ച പങ്ക് എന്തൊക്കെയാണ്? അദ്ദേഹം അനേകം പുതിയ എഴുത്തുകാരെ കൊണ്ടുവന്നു. അന്ന് ഈ മാതൃഭൂമി സാഹിത്യ മത്സരങ്ങൾ നടത്തി എഴുത്തുകാരെ കണ്ടെത്തുന്ന ഒരു രീതി ഉണ്ടായിരുന്നു. ഇദ്ദേഹം അങ്ങനെ മത്സരങ്ങൾ നടത്തുന്നതിനെ അല്ല, ഒരു പുതിയ എഴുത്തുകാരന്റെ രചന പത്രാധിപ സമിതി വിലയിരുത്തിയിട്ട് അതിനെ വായനക്കാരുടെ സമക്ഷം അവതരിപ്പിക്കും. അതിന് അദ്ദേഹത്തിന് K. ബാലകൃഷ്ണന്റെ ഒരു പരിശീലനം കിട്ടിയിട്ടുണ്ട്. K. ബാലകൃഷ്ണന്റെ പഴയ കൗമുദിയിൽ പ്രവർത്തിച്ച് അനുഭവം വെച്ചിട്ട് അദ്ദേഹത്തിന് പല പുതിയ ട്രെൻഡുകളെയും സാഹിത്യത്തിലെ പുതിയ ട്രെൻഡുകളെയും കൊണ്ടുവരാൻ പറ്റി. അങ്ങനെയാണ് ഈ ആധുനിക സാഹിത്യം കേരളത്തിൽ വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയത്ത് കാക്കനാടൻ, മുകുന്ദൻ, സേതു, പത്മരാജൻ തുടങ്ങിയ എഴുത്തുകാരുടെ രചനകളൊക്കെ ആദ്യം അച്ചടിക്കണം എന്ന ഒരു നിഷ്കർഷ ജയചന്ദ്രൻ നായർ പുലർത്തിയിരുന്നു. അങ്ങനെ
ഞാൻ ഈ പേര് പറഞ്ഞ അന്നത്തെ യുവ എഴുത്തുകാരെ ഇവിടെ എല്ലാ പ്രധാനപ്പെട്ട രചനകളും ഈ കലാകൗമുദിയിൽ അച്ചടിച്ചത് ജയചന്ദ്രൻ നായരുടെ ഒരു സാന്നിധ്യം കൊണ്ടുകൂടിയാണ്. അന്ന് കലാകൗമുദിയിൽ ലിറ്ററേച്ചർ, കവിതയും കഥയും സാഹിത്യ വിമർശനവും തുടങ്ങിയ സാഹിത്യപരമായ വിഷയങ്ങൾ സെലക്ട് ചെയ്തത് ജയചന്ദ്രൻ നായരും രാഷ്ട്രീയ വിഷയങ്ങൾ തിരഞ്ഞെടുത്തത് NRS ബാബുവിന്റെ നേതൃത്വത്തിലായിരുന്നു. സിനിമ കള്ളിക്കാട് രാമേന്ദ്രൻ, EV ശ്രീധരൻ തുടങ്ങിയ ആളുകൾ. അതേസമയം തന്നെ സിനിമയിലും സാഹിത്യത്തിലും ഒരുപോലെ തൽപരനായിരുന്നു ജയചന്ദ്രൻ നായർ. അദ്ദേഹം ഫിലിം മാഗസിൻ എന്ന അക്കാലത്തെ മലയാളത്തിലെ ഏറ്റവും സുജാതൻ ഈ നിമിഷം ഞങ്ങളോട് പ്രതികരിച്ചതിന് ഇപ്പോൾ